രണ്ട് റൗണ്ട് കഴിയുമ്പോഴുള്ള ലീഡ് വ്യക്തമാണ്. അത് എല്ലാവരും എല്ലാ ചാനലുകളും ഒരുപോലെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് അനൗദ്യോഗികമായി മൂന്നാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 8-10 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു മൂന്നാം റൗണ്ടിൽ. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ടാബ്ലേറ്റ് ചെയ്ത് ചാനലുകൾ ലീഡായി കാണിക്കുമ്പോൾ മനു പറഞ്ഞതുപോലെ വലിയ കുതിപ്പ് കാണുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു ഏറ്റവും അത്രേ കാണുന്നു. അതായത് ഏതാണ്ട് ഒരു 200, 250, 300 വോട്ടിന്റെ മാക്സിമം ഡിഫറൻസേ കാണുന്നുള്ളൂ ഇതുവരെ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 200, 250 വോട്ടിന്റെ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. അത് പലതിലും വെച്ചിട്ടാണ് പറഞ്ഞത്. നമ്മളുടെ 1311 എന്ന നിലയിൽ നിൽക്കുകയാണ്. ഈ മിനിറ്റ് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ LDF പ്രതീക്ഷിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കുന്നു. അതെ, അവർക്ക് വലിയ നിരാശയ്ക്ക് വകയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വഴിക്കടവാണ് എന്ന നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് അവരിയ്ക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് UDF വഴിക്കടവിനെ സംബന്ധിച്ചുള്ളത്. അതായത് വഴിക്കടവ് എണ്ണിക്കഴിഞ്ഞ് മൂത്തയിടത്തേക്ക് പോകുമ്പോൾ UDF ആഗ്രഹിക്കുന്നത്, UDF പ്രതീക്ഷിക്കുന്നത് 4000-ൽ പരം, 4000-നും 4500-നും ഇടയിലുള്ള ലീഡും എടുത്ത് മൂത്തയിടത്തേക്ക് കടക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണെങ്കിൽ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത പഞ്ചായത്തുകൾ എങ്ങനെ പ്രതികരിച്ചു, വോട്ടെണ്ണലിനെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രം. സ്വാഭാവികമായും ഈ ഒരു പ്രതിഫലനം അടുത്തടുത്തുണ്ടാകുമോ? അങ്ങനെ മൂത്തയിടത്തെ സംബന്ധിച്ചു അല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാലയളവിൽ വന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ പ്രദേശങ്ങളിലും സമാനമായ ഒരു ചിന്താഗതിയൊക്കെ കാണുന്നുണ്ട്. അതെ, ആ ഒരു ട്രെൻഡ് വല്ലാതെ ഒരുപോലെ വരുന്നുണ്ട്. അപ്പൊ ആ ട്രെൻഡിന്റെ ഒരു സൂചന. മൂന്നാം റൗണ്ടിൽ ലീഡ് 200 മാത്രം, UDF ലീഡ് 200 മാത്രം മൂന്നാം റൗണ്ടിൽ. ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞല്ലേ, മൂന്നാം റൗണ്ട് ലീഡ്. അത് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പരമാവധി 200-250 കൂട്ടി പറഞ്ഞ ആളുകൾക്ക് എന്തോ ഒരു സാധനം പരമാവധി നോക്കൂ. അല്പം മുമ്പ് ഞങ്ങൾ ഇത് സൂചിപ്പിച്ചതാണ്. പരമാവധി 200-250 അപ്പുറത്തേക്ക് ഈ മൂന്നാം റൗണ്ടിൽ UDF ലീഡ് പോകുന്നില്ല എന്ന് നമ്മൾ പറയാത്തൊരു കാര്യം പറയട്ടെ. LDF 3197 വോട്ടാണ് മൂന്നാം റൗണ്ടിൽ കിട്ടിയത്. UDF 3427 വോട്ട്. ടോട്ടൽ ലീഡ് UDF സ്ഥാനാർത്ഥിക്ക് 1439. വളരെ പ്രധാനപ്പെട്ട കണക്കുകളാണ് വന്നിട്ടുള്ളത് എന്ന് കാണാം. അതായത് മൂന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 1439 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുന്നു. പ്രതീക്ഷിച്ച വോട്ട് നിലയിലേക്ക് UDF അവരുടെ ശക്തി കേന്ദ്രത്തിൽ എത്താൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഓരോ റൗണ്ടിലും LDF പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ മേഖലകളിൽ വോട്ട് നിലനിർത്തി പോകുന്നു. മൂന്നാം റൗണ്ടിൽ വരുമ്പോഴേക്കും LDF കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. 3197 LDF ലഭിച്ച വോട്ട് മൂന്നാം റൗണ്ടിൽ. UDF 3427 മാത്രം. ആ വ്യത്യാസമാണ് അവരുടെ ലീഡിനെ ചുരുക്കി. അതായത് UDF വലിയ ലീഡ് നേടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം UDF പെർഫോമൻസിനെ വളരെ വലിയ തോതിൽ LDF ചെറുത്തിട്ടുണ്ട്. കണക്കെടുത്ത് പറഞ്ഞാൽ 223 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. 223 എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആര്യാടന് കിട്ടിയത് 3427. കുട്ടൻ പറയൂ. കുട്ടൻ മൂന്നാം റൗണ്ടിനെ കുറിച്ച് വളരെ ക്വിക്കായി. ശരത്ത്, ഈ മൂന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 3427 വോട്ട് ആര്യാടൻ ഷൗക്കത്തിന്, സ്വരാജിന് 3197. ഈ മൂന്നാം റൗണ്ടിൽ അൻവറിന് 1253, BJPക്ക് 357. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് UDF ഈ മൂന്നാം റൗണ്ടൊക്കെ പൂർത്തിയാകുമ്പോഴേക്കും വഴിക്കടവിൽ വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. അവർ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 3000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതിന്റെ മുകളിൽ 4000-ന് മുകളിൽ ഉൾപ്പെടെ പോകുമെന്നുള്ളതായിരുന്നു UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴുള്ള ഈ ഭൂരിപക്ഷത്തിന്റെ ഈ നിലയനുസരിച്ച് ആ ഘട്ടത്തിലേക്ക് കടക്കില്ല. LDF ആണെങ്കിൽ സ്വാഭാവികമായും വഴിക്കടവിൽ UDF ലീഡ് ഉണ്ടാവും എന്നുള്ള കണക്ക് തന്നെ. 1000, 1500, 2000-നുള്ളിൽ ലീഡ് എന്നുള്ളതാണ് LDF ഒരു 2000-നുള്ളിൽ UDF പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് LDF കണക്ക് കൂട്ടിയത്. മൂന്ന് റൗണ്ട് കഴിയുമ്പോഴും ആ കണക്കൂട്ടൽ തെറ്റിയിട്ടില്ല അല്ലെ കുട്ടൻ? 3 റൗണ്ട് കഴിയുമ്പോഴും കണക്കൂട്ടൽ. എന്നാൽ UDF എഴുതി കൂട്ടിയ ലീഡിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല അല്ലെ? അതെ ശരത്ത്, തീർച്ചയായും. കാരണം LDF ഈ പറയുന്ന ഈ 2000-ന് താഴെ ഈ ഭൂരിപക്ഷം പിടിച്ചു നിർത്താനുള്ള ആ ശ്രമം വിജയിക്കുന്നു എന്നുള്ളത് ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. UDF ആകട്ടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം 3000, അതിന്റെ മുകളിൽ എത്ര വേണമെങ്കിലും പോകും. അതൊരു വഴിക്കടവായിരിക്കും, ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ ഉള്ള അങ്ങനെയായിരുന്നു UDF കണക്ക്. പക്ഷെ അതിലേക്ക് എത്തില്ല. ഇനിയിപ്പോൾ ഒരു റൗണ്ട് കൂടിയാണ് വോട്ടെണ്ണൽ ഉള്ളത്. ഇവിടെയും കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അൻവർ 1253 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഷോക്ക് ഏറ്റിരിക്കുന്നത് UDF-നാണ്. തീർച്ചയായും. കാരണം വഴിക്കടവിൽ അൻവറിന് സ്വാധീനമുള്ള പ്രദേശങ്ങളാണെന്ന് നേരത്തെ തന്നെ ഇവിടെ ഈ രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അൻവർ അത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. മൂന്നാം റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു അല്ലെ? മൂന്നാം റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു.
പൂർത്തിയാകുമ്പോൾ 1473 1473 ലീഡ് മാത്രമാണ് യു ഡി എഫിനുള്ളത്. 1473 ഓർക്കുക. വഴിക്കടവിൽ ഇനി 4 ബൂത്തുകൾ മാത്രമാണ് എണ്ണാൻ ബാക്കി. അതായത് ഈ റൗണ്ട് കൂടി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 3000-ത്തിനടുത്ത് ലീഡിലേക്ക് എത്തണമായിരുന്നു യു ഡി എഫിന്റെ കണക്ക് പ്രകാരം. 3 റൗണ്ട് കഴിയുമ്പോൾ. ഇനി 4 റൗണ്ട് പൂർണ്ണമായും ഇല്ലല്ലോ, 4 ബൂത്തുകളേ ഉള്ളൂ. അപ്പോൾ എൽ ഡി എഫ് ആഗ്രഹിച്ചത് എന്താണ്? എൽ ഡി എഫ് പ്രതീക്ഷിച്ചത് എന്താണ്? എൽ ഡി എഫ് കണക്കുകൂട്ടിയത് എന്താണ്? യു ഡി എഫിന് ഇത്ര വരെ യു ഡി എഫ് കണക്കൂട്ടിയതുപോലെ 4000 വരെയൊക്കെ ലീഡ് പോകാവുന്ന ഒരു പഞ്ചായത്തിൽ അവരെ പരമാവധി പിടിച്ചു നിർത്തുക, 1000-നും 2000-നും ഇടയിൽ മാത്രമായി അവരുടെ ലീഡിനെ ചുരുക്കുക. ഇതായിരുന്നു എൽ ഡി എഫ് കണക്കൂട്ടി. അങ്ങനെ ആ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ വഴിക്കടവിൽ ഏതാണ്ട് ശരിയായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെതാണ്, യു ഡി എഫിൻ്റെതല്ല. യു ഡി എഫിന് വലിയ തോതിലുള്ള ഒരു അവരെ ഞെട്ടിപ്പിക്കുന്ന അവരുടെ കണക്കുകൂട്ടലുകൾ യഥാർത്ഥത്തിൽ ഈ ലീഡുമായി ഒത്തുപോകുന്നില്ല. അൻവറാണ് അവരെ ഞെട്ടിച്ചത്. അൻവർ വോട്ട് പിടിച്ചതും അതുപോലെ എൽ ഡി എഫിനെ ഏതെങ്കിലും തരത്തിൽ എൽ ഡി എഫ് വോട്ടുകളെ എൽ ഡി എഫിൽ നിന്ന് പറിച്ചെടുക്കാമെന്ന യു ഡി എഫിന്റെ കണക്കൂട്ടലും പാളി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ വളരെ ശക്തമായ നിലയിൽ തന്നെ എൽ ഡി എഫിന്റെ വോട്ടുകൾ കൃത്യമായി വീണു. എൽ ഡി എഫിന്റെ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ വഴിക്കടവിൽ അൻവറിന് സാധിച്ചിട്ടില്ല. അൻവർ കടന്നു കയറി ഈ പറഞ്ഞ 1500-അടുത്തൊക്കെ ഓരോ റൗണ്ടിൽ വോട്ട് പിടിച്ചിട്ടുള്ളത് അത് യു ഡി എഫിന്റേതായി മാറുന്നു. ബി ജെ പിയുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. യു ഡി എഫിന്റെ കണക്കിൽ തന്നെ അവർ വച്ചിരുന്നത് 1600-ലധികം വോട്ടായിരുന്നു. അതെ, അത് അവർ കണക്കെഴുതി കുറിച്ചു വച്ചിരുന്നത്. അതെ, പക്ഷേ കണക്ക് കുറിക്കാതെ വച്ചിരുന്നത് 3000-ഓളമായിരുന്നു. ഇത് രണ്ടും കിട്ടിയില്ല. അതെ, കാരണം ഈ മുമ്പ് പറഞ്ഞതുപോലെയാണ് വഴിക്കടവ് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ലിറ്റ്മസ് പേപ്പറാണ്. മനു നേരത്തെ ചോദിച്ചൊരു ചോദ്യമില്ലേ, അതായത് വഴിക്കടവ് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ, കാരണം പ്രചാരണത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ നവമാധ്യമ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ടും പ്രചാരണ വിഷയങ്ങളൊക്കെ ഒരുപോലെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ജനവിധിയിൽ ഒരു ട്രെൻഡിന്റെ സ്വഭാവമുണ്ട്. ഒരു പ്രദേശത്തൊന്ന്, മറുപ്രദേശത്ത് മറ്റൊന്ന്, അങ്ങനെ കാണാനില്ല. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പുള്ളത് എടുത്തു ഒരുപോലെ പോരുകയാണ്. പൊതുതെരഞ്ഞെടുപ്പിൽ ഒക്കെ ഇപ്പോൾ 2011-16 യു ഡി എഫ് വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രം ഭരണം കൈയാളിയെങ്കിൽ 16-ലും 21-ലുമൊക്കെ പൊതു ട്രെൻഡ് എന്ന് പറയുന്നത് സ്വീകാര്യമായവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് കാണാനുണ്ട്. വഴിക്കടവിന്റെ ഈ ഒരു സ്വാധീനം ഒരുപക്ഷെ മൂത്തയിടത്തും കണ്ടേക്കാം. കാരണം അതൊരു പ്രഡിക്ഷൻ സാധ്യത മാത്രമാണ്. അങ്ങനെയും തിരിയാം. പക്ഷേ കാണുന്ന കാഴ്ചയിൽ നിന്ന് തോന്നുന്ന ഒരു സാധ്യത അതാണ്. കാരണം നമ്മൾ 1-2 റൗണ്ടിൽ കണ്ടപ്പോൾ തന്നെ ഇത് പറഞ്ഞിരുന്നു.